നമസ്കാരം. മലയാളി വാർത്താ ടോക്കിലേക്ക് സ്വാഗതം. ഇറാനിന്റെ രണ്ടാമൻ അലി ലാരിജാനി കൊല്ലപ്പെട്ടു എന്ന സ്ഥിരീകരണം ഇറാനിൽ നിന്നും വന്നിരിക്കുകയാണ്. ഇസ്രായേലും അമേരിക്കയും യുദ്ധത്തിന്റെ വിജയക്കൊടിയിലേക്ക് ഏകദേശം അടുത്തിരിക്കുന്നു എന്ന് വ്യക്തമാക്കും തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തുവരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന ഏറ്റവും പുതിയ അപ്ഡേഷനുകൾ നോക്കാം. കൃഷ്ണേന്ദു, നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസമാണ് ഖമനയുടെ മകനും കോമ അവസ്ഥയിലാണ് കിടക്കുന്നതെന്ന് പറയുന്നു. ഇറാന്റെ തലപ്പത്തേക്ക് അദ്ദേഹം വന്നതുപോലും അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. എന്നാൽ ചിലർ പറയുന്നു അദ്ദേഹം ജീവനോട് ഇല്ല, ഖമനയോടൊപ്പം തന്നെ അദ്ദേഹം മരിച്ചു എന്ന് പറയുന്നുണ്ട്. 5 ദിവസം മുമ്പാണ് ഈ അലി ലാരിജാനിയും അപ്പോൾ അതുപോലെ തന്നെ മറ്റംഗങ്ങളും പ്രസിഷ്ഠിക്കാനും അടക്കമുള്ളവർ ഒരു റാലിയിൽ പങ്കെടുക്കുകയും അമേരിക്കയെ വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്തത്. അതിനുശേഷം ഈ അലി മരണപ്പെട്ടു എന്ന വിവരം പുറത്തു വരികയാണ്. നമുക്ക് ഈ ഒരു അപ്ഡേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെ കണക്കാക്കാം നിലവിലെ യുദ്ധ സാഹചര്യം എവിടം വരെ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇറാൻ പതറാൻ തുടങ്ങിയോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ഉയരുമ്പോൾ ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ അവരുടെ ഏറ്റവും സുപ്രീമായിട്ടുള്ള മുതിർന്ന നേതാവ് അയത്തുള്ള അലി ഖമനേയി ഫെബ്രുവരി 28 തന്നെ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇതുവരെയുള്ള ഏകദേശം ഇറാനെ അല്ലെങ്കിൽ ഇറാൻ്റെ യുദ്ധതന്ത്രങ്ങളെയൊക്കെ തന്നെ ഒന്ന് നിയന്ത്രിച്ചിരുന്ന അല്ലെങ്കിൽ ഒരു മേൽനോട്ടം വഹിച്ചിരുന്ന ഒരാളായിരുന്നു ഇറാൻ്റെ ദേശീയ സുരക്ഷാ കൗൺസിൽ മേധാവിയായിട്ടുള്ള അലി ലാരിജാനി. 67 വയസ്സാണ്. അപ്പോൾ ഇദ്ദേഹത്തിനൊരു മേൽനോട്ടത്തിലായിരുന്നു IRGC അടക്കം യുദ്ധതന്ത്രങ്ങൾ മെനയുന്നതും അല്ലെങ്കിൽ പലതരത്തിലുള്ള ആക്രമണങ്ങൾക്കൊക്കെ തന്നെ ഇറാൻ ഒന്ന് കൺട്രോളിൽ വരുത്തുന്നത് ഇയാളുടെ കൈകൊണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹവും കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇവിടെ ഖമേനിയുടെ മകൻ മുജ്തബ ഖമേനിയെ അദ്ദേഹത്തിൻ്റെ അടുത്തൊരു സുപ്രീം നേതാവായിട്ട് അദ്ദേഹത്തെ കൊണ്ടുവന്നിരുന്നെങ്കിലും പക്ഷെ പിന്നീട് അദ്ദേഹത്തെ ഇതുവരെ ആരും കണ്ടിട്ടില്ല. കൊല്ലപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അതിനിടെ അദ്ദേഹം വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ റഷ്യയിൽ ചികിത്സയ്ക്ക് പോയേക്കാണ്, അവിടെ ഒരു സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്താണ് എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ അലി ലാരിജാനിയും ഇന്നലെ നടന്നിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഇസ്രായേലിൻ്റെ അമേരിക്കയും ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. ഇതോടുകൂടി തന്നെ അടുത്തൊരു ഏറ്റവും ഇറാനെ സംബന്ധിച്ചൊരു അവരുടെ ഒരു തല അത് തന്നെയാണ് നഷ്ടമായിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഇസ്രായേൽ ഗാസ യുദ്ധമൊക്കെ നടക്കുമ്പോൾ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതായിരുന്നു. ഏറ്റവും മുതിർന്ന ആൾക്കാരേനെ ഹമാസിൻ്റെ ആണെങ്കിലും ഹിസ്ബുള്ളയുടെ ആണെങ്കിലും ഹൂത്തികളുടെ ആണെങ്കിലും ഏറ്റവും തലപ്പത്ത് വരുന്ന ആളുകളെ കൊല്ലപ്പെടുത്തുന്ന ഒരു രീതിയായിരുന്നു ഇസ്രായേലൊക്കെ തന്നെ ചെയ്തു വന്നിരുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ ഇവിടെയും പയറ്റുന്നത്. ഇനി ആരൊക്കെയാണ് ഏറ്റവും മുതിർന്ന ഒരു സ്ഥാനത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന ആളുകൾ? അപ്പോൾ അത് പോയി കഴിഞ്ഞാൽ മറ്റുള്ള അവിടുത്തെ ഇറാൻ്റെ ജനതയുടെയും അതുപോലെ തന്നെ യുദ്ധം നയിക്കുന്ന IRGCയിലൊക്കെ തന്നെ ഒരു ആത്മവിശ്വാസം അവിടെ തകരും, അല്ലെങ്കിൽ അത് തകർക്കാം എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ തലപ്പത്തുള്ളവരെ തേടിപ്പിടിച്ച് ഇസ്രായേലാണെങ്കിലും അമേരിക്കയാണെങ്കിലും കൊലപ്പെടുത്തുന്നത്. ഇവിടെയും അത് തന്നെയാണ്. ലാരിജാനി ഇന്നലെ പുലർച്ചെ കൊല്ലപ്പെട്ടു. ആദ്യം ഈ വാർത്തകളൊന്നും സ്ഥിരീകരിച്ചിരുന്നില്ലെങ്കിലും പക്ഷേ ഇന്നലെ ഏകദേശം വൈകുന്നേരത്തോടു കൂടി തന്നെ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുള്ള സ്ഥിരീകരിച്ചുകൊണ്ടുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ഒപ്പം തന്നെ അതെ, പിന്നെ ഇന്ന് രാവിലെ ഇപ്പോൾ എല്ലാ കണ്ണുകളും ഹോർമുസ് കടലിടുക്കിലേക്കാണല്ലോ. ഏറ്റവും വലിയ ലോകത്തിൽ തന്നെ ആഗോള വ്യാപാരത്തിൻ്റെ വലിയൊരു ശതമാനം നടക്കുന്ന ഒരു കടലിടുക്കാണ് ഹോർമുസ് കടലിടുക്ക്. അവിടെ അനായാസം പോയിട്ട് ഇറാനെ അവിടെ വെച്ച് പരാജയപ്പെടുത്താമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല എന്നുള്ളതറിയാം. ഇപ്പോൾ അമേരിക്ക ആണെങ്കിൽ മറ്റുള്ള നാറ്റോ രാജ്യങ്ങളോടൊക്കെ തന്നെ ഒപ്പം നിൽക്കാൻ പറയുമ്പോൾ അവരൊന്നും തന്നെ നിൽക്കത്തില്ല. ആ ഒരു കാഴ്ചയും കാണുന്നുണ്ട്. ഇന്ന് രാവിലെ വന്നിട്ടുള്ളത് അവിടെ ഹോർമുസ് കടലിടുക്കിൻ്റെ അത് തുറക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ഒരു ഒറ്റക്കൈ പ്രയോഗം തന്നെ നടത്തിയിരിക്കുകയാണ്. ഈ B-2 ബോംബറുകൾ മുൻപും ഈ B-2 ബോംബറുകൾ നല്ലപോലെ ഉപയോഗിച്ചിട്ടുണ്ട് പല യുദ്ധമേഖലകളിലും. അതായത് ഭൂമിക്കടിയിലേക്ക് എത്ര ആഴത്തിൽ വേണമെങ്കിലും ആഴ്ന്നിറങ്ങി അവിടെ വലിയൊരു ഭൂകമ്പം സൃഷ്ടിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ വലിയൊരു പൊട്ടിത്തെറി, അത്രയും വലിയൊരു സ്ഫോടനം ഉണ്ടാക്കാൻ ശേഷിയുള്ള ബോംബറുകളാണ് ഈ B-2 ബോംബറുകൾ എന്ന് പറയുന്നത്. ഇന്ന് ഏകദേശം ഹോർമുസ് കടലിടുക്കിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് അവിടെ ഇറാൻ്റെ ഏറ്റവും വലിയൊരു ഭൂഗർഭ അറകൾ, മിസൈലുകൾ സൂക്ഷിച്ചിട്ടുള്ള അറകൾ സ്ഥിതി ചെയ്യുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അവിടെ ഇന്ന് ബോംബാക്രമണം B-2 ബോംബറുകൾ വെച്ചിട്ടുള്ള ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഏകദേശം 5000 പൗണ്ട് ഭാരം, അതായത് 2268 കിലോ ഭാരമുള്ള B-2 ബോംബറുകളാണ് അവിടെ ഭൂമിക്കടിയിലേക്ക് തുളച്ചു കയറാൻ ശേഷിയുള്ള ഡീപ്പ് പെനിട്രേറ്റർ എന്നും പറയും അത്തരത്തിലുള്ള ബോംബറുകളാണ് ഇന്ന് ഇറാൻ്റെ ഈ ഒരു ഹോർമുസിൻ്റെ അടുത്തുള്ള തീരപ്രദേശങ്ങളിലുള്ള ഒളിത്താവളങ്ങൾ അതുപോലെ തന്നെ അവിടെയൊക്കെ തന്നെ സൂക്ഷിച്ചിട്ടുള്ള ഭൂഗർഭ മിസൈൽ അറകളിൽ
അമേരിക്ക നടത്തിയിട്ടുണ്ട് എന്നറിയാൻ സാധിച്ചിരിക്കുന്നത്. അതായത് വലിയൊരു നാശനഷ്ടം തന്നെ അവിടെ ഇപ്പോൾ ഇറാന് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു ഭീഷണി നിരന്തരം ഇപ്പോൾ ആ ഒരു മേഖലയിൽ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് നിലവിൽ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നറിയാൻ സാധിച്ചിട്ടുള്ളത്. അതും ഒന്നിൽ കൂടുതൽ തവണയാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത്ര കഠിനമായിട്ടുള്ള B2 ബോംബറുകളെ കുറിച്ചൊക്കെ പലപ്പോഴും നമ്മൾ തന്നെ വാർത്തയും കൊടുത്തിട്ടുണ്ട്. അതായത് എത്ര കഠിനമായിട്ടുള്ള കോൺക്രീറ്റ് പാളികളാണെങ്കിലും അല്ലെങ്കിൽ വലിയ വലിയ പാറക്കെട്ടുകളാണെങ്കിലും ഒക്കെ തന്നെ അത് വളരെ നിഷ്പ്രയാസം തകർക്കാൻ കഴിയുന്ന ഒരു ബോംബറിനെ കൊണ്ട് തന്നെ ഒരുപാട് വിസ്തീർണമുള്ള ഒരു മേഖലയിൽ വലിയ രീതിയിൽ അത് തകർക്കാൻ ശേഷിയുള്ളതാണ് ഈ ഒരു B2 ബോംബറുകൾ എന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനു മുൻപും ഇത്തരത്തിൽ ആണവ കേന്ദ്രങ്ങളെ തകർക്കാനും അമേരിക്ക ഇത്തരത്തിൽ ബോംബറുകൾ അന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അതന്ന് ഇത്ര പ്രഹരശേഷിയുള്ള ബോംബറുകളല്ല. കാരണം ആണവ കേന്ദ്രത്തിലൊക്കെ തന്നെ ഇത്രയും പ്രഹരശേഷിയുള്ള ബോംബറുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ആണവ നിലയൊക്കെ തന്നെ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ അത് വലിയ ഒരു ലോകത്തിന് തന്നെ വലിയ ഭീഷണിയാകുമെന്ന് പറയും. പക്ഷെ ഇതിനു മുൻപും ഇത്തരത്തിലുള്ള ബോംബറുകൾ അമേരിക്ക ഉപയോഗിച്ചിട്ടുണ്ട് ഇറാന് നേരെ. പക്ഷെ ഇത്ര പ്രഹരശേഷിയുള്ള ബോംബറുകളല്ല. ഇതിപ്പോൾ കൃത്യമായിട്ട് ഹോർമുസ് കടലിടുക്കിൻ്റെ ഒരു മേഖലയിലാണ്. അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അവിടെ ഒരു ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ആക്രമണത്തെ തടുക്കാനും ഹോർമുസ് കടലിടുക്ക് എത്രയും വേഗം തന്നെ തുറന്ന് അതുകൂടെയുള്ള ചരക്ക് ഗതാഗതമൊക്കെ തന്നെ സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു ഭാഗത്ത് ബോംബാക്രമണം നടത്തിയിട്ടുള്ളത് എന്നറിയാൻ സാധിക്കുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു നാഥനില്ലാത്ത കളരി പോലെ ഇറാൻ മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാമല്ലോ. അതായത് ഇപ്പോൾ ഖമൈനി പോയതിന് പിന്നാലെ തന്നെ മുസ്തഫ ഖമേനി ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിന് ഒരു നിയന്ത്രണം കൊടുക്കാൻ സാധിക്കുമോ എന്നറിയില്ല. നിയന്ത്രണം ഇപ്പോൾ നിലവിൽ നൽകിക്കൊണ്ടിരുന്ന ലാരിജാനിയുടെ ഒരു അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ്. ഇനിയുള്ളത് മറ്റ് പസിഷ്കാനും അതുപോലെ തന്നെ അരഗജി അടക്കമുള്ളവരുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കാം ഇതിന്റെ ഇനിയുള്ള യുദ്ധതന്ത്രങ്ങൾ മെനയുകയെന്ന് നമുക്കൊരു ചോദ്യചിഹ്നമാണ്. പക്ഷെ അപ്പോഴും ഈ മുസ്തഫ ഖമേനിയുടെ ആരോഗ്യാവസ്ഥ വളരെ മോശമാണെന്ന പാട്ട് വന്നപ്പോഴും അവർ പറഞ്ഞിരുന്ന ഒരു കാര്യം പറയുന്നത് കുറച്ചധികം നാളുകൾ വരെ ഒരു പ്രധാന തലവനില്ലാതെ ഇറാന് ഈ പറയുന്ന യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ നയിക്കാൻ കഴിയും എന്നുള്ളൊരു അധിക ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ പ്രധാന ആളുകളെ കൊല്ലുക, ഒരു ടാർഗറ്റഡ് അറ്റാക്ക് നടത്തുകയും ഹോർമോസ് കടലിടുക്ക് പോലെയുള്ള വളരെ തന്ത്രപ്രധാനമായ ഇറാന്റെ നട്ടൽ എന്ന് വിളിക്കാവുന്ന ഭാഗങ്ങളിൽ അറ്റാക്ക് നടത്തുകയും ഒപ്പം അതുപോലെ തന്നെ ഇറാന്റെ ഭൂഗർഭ ഈ പറയുന്ന മിസൈലുകളൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ദ്വീപുകൾ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇറാനിൽ വളരെ നയതന്ത്രപരമായി തന്നെ തീരുമാനമെടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ ഘട്ടത്തിൽ ഇറാൻ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന തലവന്മാരെ എലിമിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു യുദ്ധ വിജയമായി തന്നെ അവർക്ക് കണക്കാക്കാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ദിവസം നെതന്യാഹു യുദ്ധതന്ത്രങ്ങൾ മെനയുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. അത് അങ്ങനെ നോക്കുമ്പോൾ ഇനിയും എന്തൊക്കെയോ വലിയ തന്ത്രങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഇറാൻ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് പറയേണ്ടി വരുമോ? ഒപ്പം ഇതിൽ രണ്ടിലും പെടാതെ മാറി നിന്ന രാജ്യങ്ങളാണല്ലോ ഖത്തറും ഒമാനും അതുപോലെ തന്നെ സൗദിയും ഒക്കെ. സത്യത്തിൽ പ്രവാസികളുടെ കാര്യം വളരെ വേദനാജനകമാകുന്ന ഒരു ഘട്ടം ഉണ്ടാവുകയാണ്. ഗർഭിണികളായ പ്രവാസികൾ പോലും നാട്ടിലെത്തുന്നത് എങ്ങനെ എന്നുള്ള ചോദ്യചിഹ്നം അവശേഷിക്കുന്നുണ്ട്. ബോംബ് പൊട്ടിച്ചാവുമോ അല്ലാതെ മരിക്കുമോ എന്നുള്ള നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എന്ന് പലരും പറയുകയാണ്. അപ്പോൾ ഈ ഒരു യുദ്ധാവസാനം എന്ന് പറയുന്നത് അമേരിക്ക മുന്നോട്ട് വെച്ചത് ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കീഴടങ്ങാം എന്നാണ് ഇറാന് നൽകിയിരിക്കുന്ന ഒരൊറ്റ ഓപ്ഷൻ. പക്ഷെ കീഴടങ്ങാൻ ഇറാൻ തയ്യാറാകുന്നില്ല ഈ അലിയുടെ മരണത്തിന് തൊട്ട് മുൻപ് വരെ. അപ്പോൾ എന്തായിരിക്കാം? 5 ദിവസം മുൻപ് ട്രംപിനെ വെല്ലുവിളിച്ച അലി ഇപ്പോൾ ജീവനോടെ ഇല്ല. അങ്ങനെയെങ്കിൽ മറ്റുള്ളവർ പതറാനുള്ള കാരണം ഉണ്ടാകുമോ? പതറി തുടങ്ങിയാൽ ഇറാൻ കീഴടങ്ങാനുള്ള സാധ്യതയുണ്ടോ? എങ്ങനെയാണ് നമുക്ക് പല യുദ്ധ വിദഗ്ധരും പറയുന്ന അഭിപ്രായങ്ങളൊക്കെ തന്നെ വായിക്കുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്? ഇതിലിപ്പോ അലി ലാരിജാനിയുടെ മരണത്തിന് ശേഷം അതിന് തീർച്ചയായിട്ടും പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഇന്ന് പുലർച്ചെ ഇസ്രായേലിന്റെ ചില മേഖലകളിലേക്ക് ഇറാൻ ക്ലസ്റ്റർ മിസൈലുകൾ വർഷിച്ചിട്ടുണ്ട്. 2 മരണം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതും ഇസ്രായേലിന്റെ ചില പ്രതിരോധ കവചങ്ങളെയൊക്കെ തന്നെ ഭേദിക്കാൻ ശേഷിയുള്ള ഗോറം ഷഹർ 4 അതുപോലെ ഗദർ മിസൈലുകളാണ് IRGC പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. ഇപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഇറാന്റെ പല മിസൈലുകൾ പല രൂപത്തിലും പല ഭാവത്തിലുള്ള മിസൈലുകൾ ഇപ്പോഴാണ് ഓരോന്നോരോന്നായി പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ IRGC
ഇസ്രായേലിലോട്ട് ഇപ്പോൾ മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട്, ക്ലസ്റ്റർ മിസൈലുകൾ. അത് കൃഷ്ണ, നമ്മളിപ്പോൾ ഇറാന്റെ ഈ മിസൈൽ ശേഖരണം കണ്ടു കഴിഞ്ഞാൽ അക്ഷരാർത്ഥം ഞെട്ടിപ്പോകുന്ന ഖാർഗ് പോലെയുള്ള ദ്വീപുകളിൽ അവർ ഭൂമിക്കടിയിൽ വലിയൊരു മിസൈൽ നഗരം തന്നെ സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഈ ഹോർമൂസ് കടലിടുക്ക് തുടങ്ങുന്ന അവിടെയുള്ള ദ്വീപുകളിലും സമാനമായ രീതിയിൽ തന്നെയാണ്. ഏകദേശം 1.5 ലക്ഷം ആളുകൾ മാത്രമാണ് അവിടെ താമസിക്കുന്നത്. മറുവശത്ത് ഒരു നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മിസൈൽ നഗരം തന്നെ പടുത്തുയർത്താൻ ഇറാന് സാധിച്ചിട്ടുണ്ട് എന്നാണ്. അതാണ് ഇറാൻ നമുക്ക് കുറച്ച് കാണാൻ സാധിക്കില്ലല്ലോ ഈ ഒരു. അതുകൊണ്ടല്ല ഇത്രയും ദിവസം അവർ പിടിച്ചു നിൽക്കുന്നതും പ്രധാന തലവന്മാർ എലിമിനേറ്റ് ആയി പോയെങ്കിൽ പോലും. അപ്പോൾ ഈ പറഞ്ഞ പോലെ വീണ്ടും ആ ചോദ്യം ആവർത്തിക്കുകയാണ്, ഇതിനൊരു അവസാനം ഉണ്ടാകാനുള്ള സാധ്യത വിദൂരതയിലെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള നിരീക്ഷണം. ഇതിപ്പോ 3 ആഴ്ചത്തോളമായി, ഇതിപ്പോ 3-ാം ആഴ്ചയിലോട്ടാണ് കടക്കുന്നത്. മുൻപ് യുദ്ധം തുടങ്ങിയ സമയത്ത് ട്രംപ് ഒരു മാധ്യമത്തിന് നൽകിയൊരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു, കേവലം 4 ആഴ്ച മാത്രം മതി, 4 ആഴ്ചയോ അതിൽ കുറവോ ദിവസങ്ങൾ മതി നമുക്ക് ഇറാനെ നമ്മുടെ ഒരു വരച്ച വരയിൽ നിർത്താൻ, പരിധിക്കുള്ളിൽ വരുത്താൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ന് 18-ാം തീയതിയായി, 28-ന് തുടങ്ങിയതാണ്. 3 ആഴ്ചയോളം 3-ാം ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ഇനിയും ഇത് നീണ്ടുപോകുമെന്നുള്ളത് തന്നെയാണ്. കാരണം ഒരു തലവനെ അല്ലെങ്കിൽ തങ്ങളുടെ നേതൃസ്ഥാനത്ത് ഒരാളില്ല എങ്കിലും വീറോടുകൂടി തന്നെ പോരാടുന്ന ഇപ്പോൾ ഇറാനെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇതിപ്പോൾ നമ്മളൊരു പക്ഷം പിടിക്കുകയല്ല, പക്ഷേ എല്ലാവരും വിചാരിച്ച പോലെ ഇറാൻ ഇപ്പോൾ ആയുധം വെച്ച് കീഴടങ്ങും എന്നുള്ളതായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ അല്ല, ഇറാൻ ഇപ്പോൾ മാത്രമല്ല, അവർ മധ്യസ്ഥ ചർച്ചയ്ക്കും വരുന്നില്ല. അതാണ് ഒരു തരത്തിലും അവർ ഇനി ഒരു ചർച്ചയ്ക്ക് അവരാരും തന്നെ വരുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു നയം മുന്നോട്ട് വെക്കുന്നത് പോലുമില്ല. കാരണം അവർക്കിനി താല്പര്യമില്ല, ചർച്ച ഇനി ഇല്ല. ഇനി എത്രത്തോളം അവരുടെ കയ്യിലുള്ള ആയുധങ്ങളും അല്ലെങ്കിൽ എത്രത്തോളം അവരെ കൊണ്ട് പറ്റാവുന്നത്രയും പൊരുതി നിൽക്കാൻ തന്നെയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇറാന്റെ പദ്ധതി. അതുകൊണ്ടായിരിക്കാം ഒരു ചർച്ച എന്നുള്ളൊരു ആശയമൊന്നും അവർ മുന്നോട്ട് വെക്കുന്നില്ല. ഏതായാലും നിലവിൽ 3-ാം ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ്. ട്രംപ് പറഞ്ഞതുപോലെ 4 ആഴ്ച കൊണ്ട് ഇനി ഇത് അവസാനിക്കുമോ എന്നുള്ളതും ഈ പറഞ്ഞതുപോലെ നമുക്ക് ഒരു ഉത്തരം നൽകാനായിട്ട് സാധിക്കില്ല. ഇരുഭാഗത്തും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളും അതുപോലെ തന്നെ ഇസ്രായേലും നോക്കുകയാണെങ്കിൽ മാക്സിമം അവർ പ്രതിരോധിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും അവർക്ക് എത്രത്തോളം നാശനഷ്ടങ്ങളുണ്ട്, അവിടുത്തെ ജനങ്ങൾ എത്രത്തോളം ഭീതിയിലാണ് കഴിയുന്നത്. എപ്പോഴും ഈ സൈറൺ വരുമ്പോഴൊക്കെ തന്നെ അവർ ഭൂഗർഭ അറകളിലേക്ക് മാറി അവരവിടെ സുരക്ഷിതമായിട്ട് ഇരിക്കുകയാണ്. ഇവിടെ വലിയ രീതിയിൽ ഇറാന് സംഭവിക്കുന്ന അത്രയും നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നില്ല എങ്കിലും ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു ഇത് അനുഭവിക്കുന്നത്, അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള അവിടുത്തെ ജനങ്ങൾ തന്നെയാണ്. ഇപ്പോൾ മാത്രമല്ല, ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടോ എന്നുള്ളതിൽ ഇപ്പോൾ ഒരു സ്ഥിരീകരണമില്ല. അപ്പോൾ അദ്ദേഹം ഓരോ വീഡിയോ ഓരോ ദിവസം വെച്ച് പുറത്ത് വിടുന്നുണ്ട്. പക്ഷെ അതൊക്കെ തന്നെ എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം കണ്ടുപിടിച്ചിട്ട്, ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ 5 വിരലല്ല 6 വിരലാണെന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചിട്ട് വന്നു. പിന്നെ അദ്ദേഹം ഒരു കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഷോപ്പിൽ അതിലും കോഫി എന്തോ ഇളകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതും AI ജനറേറ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. പിന്നെ ഇന്നലെ ഒരു അതെ അത് കാണാനില്ല. ഒരു വീഡിയോയിൽ ഒരു ഭാഗത്തുണ്ട്, ഒരു ഭാഗത്ത് അതില്ല എന്ന് പറയുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ആളുകളോട് സംസാരിക്കുന്ന വീഡിയോ പുറത്തു വന്നു. ഇന്നും ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ഇനി അതും അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടുപിടിച്ചിട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് സ്വാഭാവികമാണ്. കാരണം ഇങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള നേതാക്കളൊക്കെ തന്നെ കുറച്ചു കാലം മാധ്യമങ്ങൾക്ക് മുൻപിലും അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടാതിരിക്കുന്നത് സ്വാഭാവികമാണെന്ന് എനിക്ക് തോന്നുന്നു. മുസ്തഫ കമീനിൽ ഞാൻ ബെഞ്ചമിൻ നെതന്യാഹുവിനെ കുറിച്ച് കാരണം തോന്നുന്നു എനിക്ക് തോന്നുന്നു മാറി നിൽക്കുക തന്നെയായിരിക്കും. ഇനി പറഞ്ഞതുപോലെ ഇത് AI ആണോ എന്ന് നമുക്കറിയില്ല. ഏതായാലും 2 തരത്തിൽ കൊല്ലപ്പെട്ടു എന്നും പറയുന്നുണ്ട്, എന്നാൽ അത് ഇസ്രായേൽ തള്ളുന്നുണ്ട്. പക്ഷെ അതേസമയം കൊന്നു എന്ന് തന്നെയാണ് ഇറാൻ ഉറപ്പിച്ച് പറയുന്നത്. ഏതായാലും നമുക്കറിയില്ല. ഈ പറഞ്ഞതുപോലെ ട്രംപ് പറഞ്ഞത് 4 ആഴ്ച കൊണ്ട് യുദ്ധം അവസാനിക്കുമോ? ഇനി എനിക്ക് തോന്നുന്നു ഒരു രാജ്യം മുന്നോട്ട് വരേണ്ടി വരും. ഈ രാജ്യങ്ങളൊക്കെ തന്നെ പറഞ്ഞാൽ അനുസരിക്കും, അല്ലെങ്കിൽ അല്പമെങ്കിലും അവരുടെ വാക്ക് കേൾക്കുമെന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു രാജ്യം മുന്നോട്ട് വന്നിട്ട് തന്നെ എന്തെങ്കിലും ഒരു മധ്യസ്ഥതയ്ക്ക് ശ്രമിച്ചാൽ ഇനി വല്ലതും ആയാലായി അല്ലേ? തീർച്ചയായിട്ടും. എന്തായാലും ട്രംപ് പറയുന്ന ആ 4 ആഴ്ച അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. അതിനുള്ളിൽ ഇറാനെ പൂർണ്ണമായും നിഷ്പ്രഭമാക്കുക എന്നുള്ള വലിയൊരു തീരുമാനം അല്ലെങ്കിൽ വലിയൊരു പോളിസിയാണ് അവരുടെ മുന്നിലുള്ളത്. അതിൽ ഒട്ടുമേ അടങ്ങാതെ തന്നെയാണ് ഇറാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എവിടെ വെച്ച് ഇത് അവസാനിക്കുമെന്ന് കാത്തിരുന്നതാണ്. നമസ്കാരം.